ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു പീനട്ട് മസാല ചെയ്ത് നോക്കാം. നിലക്കടലയും കുറച്ച് സ്പൈസസും കുക്കുംബറും എല്ലാം കൂടി ചേർത്ത് അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇതൊരു പ്രോട്ടീൻ സാലഡായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് എങ്ങനെ ഒരു പാർട്ടി സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് ഇത് വീട്ടിലെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കടലമാവും, ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അധികം ലൂസും അധികം കട്ടിയും ഇല്ലാത്ത രീതിയിൽ ഒരു ബാറ്ററാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ അധികം കട്ടിയില്ല, അധികം വെള്ളം പോലെ അല്ലാതെ നമ്മളൊരു ദോശമാവിൻ്റെയൊക്കെ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഈ കേക്കിൻ്റെയൊക്കെ പോലത്തെ ഒരു കോണിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ കോൺ പോലെ ആക്കാവുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉണ്ണിയപ്പ ചട്ടിയിൽ ഇച്ചിരി എണ്ണയൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒഴിക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കോൺ ആക്കിയിട്ട് അധികം വലിയ ഹോളല്ലാതെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. തീയ ലോ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മെഷ് പോലെ ചെയ്തെടുക്കാം. നമ്മൾ സാലഡ് ഇടുമ്പോൾ അത് ഊർന്നു പോകരുത്. അതുപോലെയുള്ള ചെറിയ ഒരു കപ്പ് പോലെ ഇത് റെഡിയാക്കി എടുക്കാം. ഇത് കുക്കായി കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് കൈകൊണ്ട് ഇങ്ങോട്ട് അടർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബാറ്ററും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ ടൈമിൽ ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു 3 കപ്പോളം നിലക്കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഫുൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ ചെയ്യുമ്പോൾ അവർ ഒത്തിരി എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കും. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്തെടുത്താലും മതി. ഇനി ഈ എണ്ണ ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അല്ലാതെ ബോയിൽ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതും കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, അകത്ത് കുക്കായി കിട്ടത്തില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഒരു കുക്കുംബർ, 1/2 ഒണിയൻ, ഒരു തക്കാളി, മല്ലിയില, പച്ചമുളക്, മുളക് പൊടി, ചാറ്റ് മസാല, ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു 1/2 ഒണിയൻ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു മീഡിയം സൈസ് കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു തക്കാളി അതിൻ്റെ സീഡ് കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ലെമൺ ജ്യൂസും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയോ കരിയാപ്പിലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ചാറ്റ് മസാല, ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ബ്ലാക്ക് സോൾട്ട് എന്ന് പറഞ്ഞ് കടയിലൊക്കെ അവൈലബിൾ ആണ്, അത് ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് സോൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കണമെന്നില്ല, സാധാരണ സോൾട്ട് ഇട്ട് കൊടുത്താലും മതി. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഈ മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ അളവ് കൂട്ടാവുന്നതാണ്. ഞാൻ ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വറുത്തൊക്കെ വെച്ചിരിക്കുന്ന കടല തൊലിയോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇത് മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ കടലയൊക്കെ തണുത്ത് പോവും. അങ്ങനെ ഇത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പിലേക്ക് ഇത് ഇട്ട് കൊടുക്കുവാണ്. ഓരോ ടീസ്പൂൺ വെച്ച് കൊള്ളാവുന്ന രീതിയിൽ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പൈനാപ്പിളോ മാംഗോ ഒക്കെ കട്ട് ചെയ്ത് ഒരു ഫ്രൂട്ട് ചാറ്റ് പോലെയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് പീനട്ടിൻ്റെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നമ്മുടെ മിക്സ്ചറിൻ്റെ പോലത്തെ സേവുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. കണ്ടോ, ഇത് നല്ല അടിപൊളി ലുക്കായില്ലേ? ഇതുപോലെ തന്നെ ഇത് ടേസ്റ്റിയാണ്, കഴിക്കാനായിട്ട് നല്ല ക്രഞ്ചിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ നേരമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അല്ലാതെ ഒരു പ്രോട്ടീൻ സാലഡ് പോലെ കഴിക്കാവുന്നതാണ്. പീനട്ട് മസാല ഇതുപോലെ കഴിക്കാനും ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.